സ്റ്റുഡൻസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 2025 കാറ്റ് എൻട്രൻസിന്റെ ക്രാഷ് കോഴ്സ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് MSc എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ചാനലിൽ MSc എൻട്രൻസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ അവിടെ MSc എൻട്രൻസിന് MScയുടെ സിലബസ് ഓൾറെഡി ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. MSc എൻട്രൻസിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ സബ്സിഡറി മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ MSc മാത്തമാറ്റിക്സിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ മെയിൻ മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ കോർ മാത്തമാറ്റിക്സ് ആണ് ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന മെയിൻ മാത്തമാറ്റിക്സിന്റെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ചില ടോപ്പിക്കുകളുണ്ട്. പ്ലസ് ടു ലെവലിൽ വരുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മുന്നേ ചെയ്യുന്നുണ്ട്, വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് MSc എൻട്രൻസിന് മാത്രമായിട്ടുള്ളതാണ്. അതായത് MSc എൻട്രൻസ് കാറ്റ് എൻട്രൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് ആണ് പറയുന്നത്. കോംപ്ലക്സ് അനാലിസിസിന്റെ ഒരു വീഡിയോ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ രണ്ട് MSc എൻട്രൻസിനും MScക്കും രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ കാര്യങ്ങൾ MSc എൻട്രൻസിന് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഡിഗ്രി ലെവൽ കോംപ്ലക്സിൽ വരുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെയുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ 1-2 ക്ലാസ്സുകളോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, കോംപ്ലക്സിന്റെ കാര്യങ്ങൾ തീർക്കും. അതിനുശേഷം ലീനിയർ, റിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പറിന് സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കോംപ്ലക്സ് നമ്പറിന്റെ ഫോം ഉണ്ട്, ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z = x + iy ആണ്. അവിടെ നമ്മൾ മോഡുലസ് പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, അതുപോലെ കോൺജുഗേറ്റ് പറഞ്ഞു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ MSc എൻട്രൻസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. MSc എൻട്രൻസ് ചെയ്യുന്നവർ കണ്ടിട്ട് സമയം കളയരുത്. ഓക്കെ, പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ MSc എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ ഈ വീഡിയോ ഡയറക്റ്റ് വന്ന് കാണരുത്. ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വന്നിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ Z = x + iy ആണ് ജനറൽ ഫോം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളാർ ഫോം ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഇപ്പോൾ x + iy ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെയാണ് x + iy ഉള്ളതെങ്കിൽ എന്ത് വരും, ഈ ഒരു ഡിസ്റ്റൻസ് x ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, y ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് r എന്ന് പറയും. ഓക്കെ, മോഡ് z എന്നാണ് പറയുക. ഇത് എങ്ങനെയാ വരിക, √(x² + y² ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ എന്താണ്, r എന്ന് പറയുന്നത് മോഡ് z എന്നാണ് വരിക, √(= എന്ത് വരും, x² + y² ആണ്. എല്ലാവർക്കും അപ്പൊ ഇനി എന്ത് ചെയ്യണം, നമ്മള് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും tan inverse of y/x എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണാത്തവർ നോക്കുക, എന്ത് പറയാൻ പറ്റും, ഇവിടെ cos θ എടുത്തിട്ട് x എന്നാണ് വരും. ഓക്കെ, അപ്പൊ x = r θ എന്ന് വരും. ഓക്കെ, അപ്പൊ r θ എന്ന് എഴുതാൻ പറ്റും. y = എന്താണ്, sin θ എന്ന് എഴുതാൻ പറ്റും. y = r sin θ. കാരണം എന്താ, sin θ = y/r ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മോഡൽ കിട്ടും. അപ്പൊ നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ z നെ എങ്ങനെ എഴുതാൻ പറ്റും, r × cos θ + i × y r sin θ എന്ന് എഴുതാൻ പറ്റും. r sin θ എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ, x + iy ആണ് സ്റ്റാൻഡേർഡ് ഫോം. x റീപ്ലേസ് ചെയ്തു, y എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, r × cos θ + i sin θ എന്ന് എഴുതാൻ വേണ്ടി. ഇതാണ് എന്ത്, കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം ആയിട്ട് നമ്മൾ സാധാരണ എഴുതാറ്. എന്താണ്, z = r × എന്താണ് cos θ + i sin θ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. z = r × cos θ + i sin θ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ത് ചെയ്യാണ്, ഇവിടെ ഇതിനെ നമ്മൾ ഓയിലർ ഫോർമുല എന്ന് പറയാറുണ്ട്. ഓയിലറിന്റെ ഒരു ഫോർമുല വെച്ചിട്ട് cos θ + i sin θ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്, e⁻ എന്താണ് i⁻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ എഴുതാറുണ്ട്. e⁻i⁻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ഓക്കെ, അതായത് cos θ + i sin θ എന്ന് പറഞ്ഞാൽ e⁻i⁻ എന്ന് പറഞ്ഞിട്ട് എഴുതും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാലും എന്തറിയണം നിങ്ങൾക്ക്? മിനിമം പോളാർ ഫോം കാണാൻ അറിയാം. പോളാർ ഫോം കാണാൻ എളുപ്പമാണ്. എന്ത് ചെയ്യാം? മോഡുലസ് കാണോ ഈ ഫോമിൽ ഉപയോഗിച്ചിട്ട്, എന്ത് ചെയ്യാം? തീറ്റ കാണോ ഏത് ഫോമിൽ ഉപയോഗിച്ചിട്ട്, ഇത് ഉപയോഗിച്ചിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തായി? പോളാർ ഫോമിലേക്ക് മാറി. ഇനിയിപ്പോ ഞാൻ എടുക്കാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ. Z1 എന്ന് പറയുന്നത് R1 e⁻I θ1 പോളാർ ഫോമിലാണ്. അപ്പൊ അതിന്റെ മോഡുലസ് R1, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് θ1. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2 എന്ന് പറയുന്നത് R2 e⁻I θ2 ആണെങ്കിൽ, Z1 ഉം Z2 ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? Z1 ഉം Z2 ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? R1 e⁻I θ1 ഇൻറ്റു എന്താണ്? R2 e⁻I θ2 എന്നാണ് വരിക. ഇത് രണ്ടും അടുത്തടുത്ത് എഴുതി കഴിഞ്ഞാൽ R1 R2 ഇൻറ്റു e⁻I θ1. പിന്നെ ഇവിടെ എന്താണ്? രണ്ടിന്റെയും ബേസ് സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? R1 R2 e⁻I കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ θ1 പ്ലസ് θ2 എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? ഈ പോളാർ ഫോം ഒരു കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ എടുത്തു. അപ്പൊ ആ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ്, അതുപോലെ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ മാഗ്നിറ്റ്യൂഡ്, രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ്, അതുപോലെ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കോംപ്ലക്സ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് ചെയ്യുക? കോംപ്ലക്സ് നമ്പർ മാഗ്നിറ്റ്യൂഡ് അല്ലെ? ഇതിപ്പോ ഏത് ഫോമിലേക്ക് മാറ്റും? ഇതിനെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്താൽ Z1 Z2 എന്ന് പറയുന്നത് ഈ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ R1 R2 എന്ന് പറയുന്നത് R1 R2 എന്ന് പറഞ്ഞാൽ R1 നമ്പറാണ്, R2 എന്ന് പറയുന്നത് റിയൽ നമ്പർ, റിയൽ നമ്പർ കിട്ടും. ഇനി എന്താണ്? e⁻I cos θ പ്ലസ് I sin θ ആയതുകൊണ്ട് ഇടാവുന്നുണ്ടോ? അപ്പൊ എന്താണ്? ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് θ1 പ്ലസ് θ2 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? cos θ1 പ്ലസ് θ2 പ്ലസ് I ഇൻറ്റു sin θ1 പ്ലസ് θ2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ പോളാർ ഫോം. അപ്പൊ എന്തായിട്ടിരിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പുതിയ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെയും മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പർ ആയിരിക്കും പുതിയ കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പുതിയ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി അവരുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രണ്ട് ആംഗിളും ആഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ ഞാൻ ഇവിടെ എടുത്തു. ഇത് റഫായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോംപ്ലക്സ് നമ്പർ ഇങ്ങനെയുണ്ട്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. ഇവിടെ വേറൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്, ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 60 ഡിഗ്രിയാണ്. ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ്? ആ പുതിയ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായിരിക്കും? 10 ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. ആംഗിൾ എന്താ ഉണ്ടാവുക? ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്തതാണ് എന്ത്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. എത്ര വരും? 60 പ്ലസ് 30 എങ്ങനെ വരാം? ഈ ഒരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലുണ്ടാവണം. ഇത് നമുക്ക് പോളാർ ഫോം എന്നാണ് കിട്ടുക. ഒരു കൺസെപ്റ്റ് കിട്ടി, രണ്ടാൾക്കാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ മാഗ്നിറ്റ്യൂഡിൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ എന്താണ് ആംപ്ലിറ്റ്യൂഡിൽ എന്താ സംഭവിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? Z1 by Z2 രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ ചെയ്യുമ്പോൾ, പോളാർ ഫോം ഉപയോഗിച്ച് ഡിവിഷൻ ചെയ്യുമ്പോൾ, ഇതാണ് ഒന്നാമത്തെ കോംപ്ലക്സ് നമ്പർ, ഇതാണ് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ എന്ത് വരും? R1 e⁻I θ1 by R2 e⁻I θ2 ആണ്. അപ്പൊ എന്ത് വരും? ഇവിടെ നമ്മൾ ചെയ്ത R1 by R2 എന്ന് എഴുതാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e⁻I θ1 ഓൾറെഡി ഉണ്ട്, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റു ഡിനോമിനേറ്റർ ഉള്ളത് മുകളിലേക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യാം? മൈനസ് എഴുതാൻ പറ്റും. -I θ2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു R1 by R2 ഇൻറ്റു എന്താ വരിക? ഇത് രണ്ടും ആഡ് ചെയ്താൽ e⁻I ഇൻറ്റു θ1 മൈനസ് θ2. ഇത് നമ്മൾ ഞാൻ എഴുതുന്നില്ല. എഴുതി കഴിഞ്ഞാൽ പുതിയ കോംപ്ലക്സ് നമ്പർ, രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പുതിയ കോംപ്ലക്സ് നമ്പറിന്റെ, ഈ രണ്ട് കോംപ്ലക്സ് നമ്പറുകളാണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പുതിയ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5/2 ആണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഡിഫറൻസ് ആണ്. എന്ത് വരും? 60 മൈനസ് എന്താ വരിക? 30 ആണ്. അപ്പൊ എന്ത് വരും? 30 ഡിഗ്രി. അപ്പൊ ഇവിടെയാണ് എന്തുണ്ടാവുക? ആ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇതാണ് എന്ത്? കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഈ ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ ഒക്കെ തന്നിട്ട്, രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നിട്ട് ഒരു മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ എന്താ സംഭവിക്കുന്നത്, അതുപോലെ ആംപ്ലിറ്റ്യൂഡിൽ എന്താ സംഭവിക്കുന്നത് ഒക്കെ ചോദിച്ചാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. കാരണം നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ ഒരു കോംപ്ലക്സ് നമ്പർ z = x + iy ആണെങ്കിൽ നമുക്കറിയാം
എന്താണ് അതിന്റെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഐ തീറ്റ ആണ്. അപ്പൊ സെഡിന്റെ ഏത് പവർ കാണാൻ പറഞ്ഞാലും പോളാർ ഫോമിലാക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ പവർ കാണാൻ പറഞ്ഞാൽ എന്താ വരിക, ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ എന്ന് വരും. അപ്പൊ ഇവിടെ എന്താ വരിക, ആർ റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു ഐ എൻ തീറ്റ എന്നാണ് വരിക. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മളൊരു കോംപ്ലക്സ് നമ്പറിന്റെ പവേഴ്സ് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിട്ട് മാറും, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറും അല്ലെ. ഇപ്പോൾ സെക്കൻഡ് പവർ കാണുമ്പോൾ സെറ്റ് സ്ക്വയർ കാണുമ്പോൾ ആ പുതിയ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, മാറി വരും. അതുപോലെ ആംപ്ലിറ്റ്യൂഡ് എന്താ വരുന്നത്, അതിന്റെ ഡബിൾ. ഇപ്പൊ സ്ക്വയർ കാണുമ്പോൾ ഡബിൾ ആവും, ക്യൂബ് കാണുമ്പോൾ എന്തായാലും ആ നേരത്തെ ഉണ്ടായിരുന്ന മാഗ്നിറ്റ്യൂഡ് അല്ല, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നേരത്തെ എവിടെയാണ് കോംപ്ലക്സ് നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വരും, ഇതിപ്പോ 2 ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ സ്ക്വയർ, ആ കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ കാണുമ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താവും, 4 ആവും, സ്ക്വയർ ആയി. ഓക്കെ, പക്ഷെ ആംപ്ലിറ്റ്യൂഡ് എന്താ സംഭവിക്കുക, അവിടെ ഇപ്പൊ 30 ഡിഗ്രി ഉണ്ടായിരുന്നതെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 60 ആവും. ഇനി എന്താ സെറ്റ് ക്യൂബ് ആണ് കാണുന്നതെങ്കിൽ എന്ത് വരും, ഇതിന്റെ ക്യൂബ് വരും. അപ്പൊ എത്രയാവും, 8 ആവും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ഇവിടെയുള്ള ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താവും, 3 ഇൻറ്റു ആണ് വരിക. അപ്പൊ എത്ര വരും, 9. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യണം, ആർ റേസ് ടു എൻ ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എന്ത് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്ത് ചെയ്യാണ്, പോളാർ ഫോം പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഏത് 2 കോംപ്ലക്സ് നമ്പറുകൾ എടുത്താലും Z1 Z2 എന്ന് പറയുന്ന ഏത് 2 കോംപ്ലക്സ് നമ്പറിൽ എടുത്താലും ആ കോംപ്ലക്സ് നമ്പറിന്റെ സം എടുക്കും. കോംപ്ലക്സ് നമ്പറിന്റെ സം എടുക്കാൻ നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സം എടുത്തിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാല് എന്ത് വരും, അത് ആരേക്കാളും കുറവാണ്, ഇൻഡിവിജ്വലി അവരുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടിട്ട് ആഡ് ചെയ്തതിനേക്കാളും കുറവാണ്. ഇത് റിയലും നമ്മൾ പഠിക്കുന്നുണ്ട്, കോംപ്ലക്സിന്റെ കേസിലും ശരിയാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി എന്ന് പറയും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഏത് 2 കോംപ്ലക്സ് നമ്പറുകൾ എടുക്കുന്നു, നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, ഒരു കോംപ്ലക്സ് നമ്പർ ഇവിടെ എടുത്തു, ഇതിന്റെ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സമ്മ് എന്ത് ചെയ്യുന്നു, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കിട്ടുന്നു. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരുടെയും ആഡ് ചെയ്തതിനേക്കാളും എന്താണ്, കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൂട്ട്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു. നമ്മൾ എടുക്കുന്ന കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു, സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എടുത്തു. ആ കോംപ്ലക്സ് നമ്പർ ഏതോ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ nth പവർ ആയിട്ട് എന്ത് ചെയ്യുന്നു, വരുന്നു. ഓക്കെ, ഇഫ് സെഡ് ഈക്വൽ ടു, നമ്മൾ ഇങ്ങനെ എടുത്തു, ഇഫ് സെഡ് ഈക്വൽ ടു W എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, അതിന്റെ nth പവർ ആയിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ഇവിടെ W എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെൻ W എന്ന് പറഞ്ഞാൽ എന്താണ്, nth റൂട്ട് ഓഫ് ആരാണ്, സെഡ്. ഓക്കെ, nth റൂട്ട് ഓഫ് സെഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ. അപ്പൊ നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ പവർ കാണാൻ നമ്മൾ പഠിച്ചു, തൊട്ട് മുന്നേ പഠിച്ചു. ഇനി അതിന്റെ nth റൂട്ട് കാണുമ്പോൾ, അതായത് nth റൂട്ടും സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും ഫോർത്ത് റൂട്ടും അതുപോലെ nth റൂട്ടൊക്കെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിന് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദ്യം ഉണ്ടാവാം. ഓക്കെ, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, 6 എന്താണ്, ഇ റേസ് ടു ഐ തീറ്റ, അതിന്റെ പോളാർ ഫോം, അതായത് 6 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് ഞാൻ എടുത്തു. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ W ഞാൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ മോഡുലസ് ക്യാപിറ്റൽ R ആണെന്ന് എടുക്കുന്നു, ഇ റേസ് ടു ഐ 5 ആണെന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, 6 ഇൻറ്റു കോസ് 5 അല്ലെ, കോസ് 5 ഇൻറ്റു പ്ലസ് ഐ സൈൻ 5 എന്നാണ് വരാം. ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടാവും, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അത്രയും വേണ്ടു ശരിക്കും എൻട്രൻസ് എഴുതുമ്പോൾ. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, അറ്റൻഡ് ചെയ്യണമെന്നില്ല, എല്ലാ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനുള്ള സമയം നമുക്കുണ്ടാകും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളും ഡിഗ്രി ലെവലിലെ ടോപ്പിക്കുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആ ഏതൊക്കെ ഭാഗത്ത് നിന്ന് വരുന്നോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എന്ത് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം, സെഡ് ഈക്വൽ ടു എന്താണ്, W റേസ് ടു n ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, W റേസ് ടു n നെ ഞാനൊന്ന് എഴുതുവാണ്. അപ്പൊ W റേസ് ടു n നമ്മൾ നേരത്തെ എഴുതാൻ പഠിച്ചു. W റേസ് ടു n എഴുതി കഴിഞ്ഞാൽ എന്താ വരിക, R റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു ഐ n 5 എന്നാണ് വരിക. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, R റേസ് ടു n ഇൻറ്റു എന്താ വരിക, കോസ് n 5 പ്ലസ് ഐ സൈൻ n 5 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും.
ഇതിന് ഈക്വൽ ആണ് ആര്? ഇതാണ് ഡബ്ല്യു റേസ് ടു എൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ ഡബ്ല്യു എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഏതോ ഒരാളുടെ പവർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇതിന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 6 ഇൻറ്റു കോസ് തീറ്റ, സോറി 6 കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താണ്? ആർ റേസ് ടു എൻ ഇൻറ്റു കോസ് എൻ ഫൈവ് പ്ലസ് ഐ സൈൻ എൻ ഫൈവ് എന്നാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ആര് ഈക്വൽ ആയിരിക്കും? സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ റേസ് ടു ആറിന്റെ എന്നും ഈക്വൽ ആയിരിക്കും. ആർ റേസ് ടു എൻ എന്താണ്? ഈക്വൽ. സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ റേസ് ടു എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സെഡിന്റെ nth റൂട്ട് കാണണം. അപ്പൊ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് എത്രയാ? 6 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പൊ ആ 6 കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഡബ്ല്യു എന്ന് കിട്ടാൻ വേണ്ടി ഡബ്ല്യു ഈക്വൽ ടു ആരാണ്? ഇതാണ് ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പൊ ഡബ്ല്യുവിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ഇതിന്റെ അകത്ത് എന്ത് ചെയ്ത് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ 6 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? nth റൂട്ട് ഓഫ് എന്ത് വരും? ഓക്കെ, അപ്പൊ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ കണ്ടു തന്നിട്ട് അതിന്റെ nth റൂട്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ പുതിയതായിട്ട് കിട്ടുന്ന nth റൂട്ട് ആയിട്ട് കിട്ടുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ടാവല്ലോ, ആ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നിരിക്കുന്നതിന്റെ എന്തായിട്ടാ വരിക? nth റൂട്ട് ആയിട്ട് വരിക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്. ഓക്കെ, അതിന്റെ nth റൂട്ട് ആയിട്ട് വരിക. നമ്മൾ തൊട്ട് മുന്നേയും പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ വന്നിട്ട് അതിന്റെ സ്ക്വയറോ അല്ലെങ്കിൽ ക്യൂബ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അതിന്റെ ക്യൂബ് ആണ് പുതിയതിന്റെ വരിക. അതേപോലെ തിരിച്ചിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ തന്നു, അതിന്റെ എന്താണ്? ക്യൂബ് റൂട്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് എന്താണോ അതിന്റെ എന്താണ്? ക്യൂബ് റൂട്ട് ആണ് പുതിയതിന്റെ വരിക. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കണം. ഇനി അതേപോലെ ഇവിടെ എന്തായിരിക്കണം? തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കണം? n5 എന്തായിരിക്കണം? ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ w എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 5 കണ്ടുപിടിക്കണം. അപ്പൊ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? n തീറ്റ ബൈ n എന്ന് വരും. തീറ്റ ബൈ എന്ത് വരും? n. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് n5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യുക? തീറ്റ പ്ലസ് 2k പൈ. ഓക്കെ, എല്ലാ വാല്യൂസും എന്ത് വരും? വരും. അതായത് നമ്മൾ എന്തെടുത്താൽ മതി? ഇവിടെ ഓരോ റൊട്ടേഷൻ എടുക്കും. ഇപ്പൊ ആദ്യത്തേൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് വന്നു? 30 ആണെങ്കിൽ അതേ വാല്യൂ തന്നെ എന്തുണ്ടാവും? ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വന്നാലും അതേ ആംഗിളും എന്ത് വരും? സെയിം എന്താണ്? ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് തരിക. വാല്യൂസ് ഒക്കെ സെയിം ആണ് തരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ എടുക്കുന്നു. ഇതിനകത്ത് എന്ത് ചെയ്യും? 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? തീറ്റ പ്ലസ് 2k പൈ ബൈ n എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 1 2 3 എക്സെട്ര n മൈനസ് 1 ആണ്. നിങ്ങൾ n കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് അതുവരെ വരെ n കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. n എന്ത് ചെയ്യാണ്? ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ n കൊടുക്കുന്ന സമയത്ത് വീണ്ടും നേരത്തെ അതേപോലെ തന്നെയാണ് വരും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ആദ്യം 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തീറ്റ എന്ന് പറയുന്ന വാല്യൂ. പിന്നെ ആദ്യം ഒരു 2π കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന അതേ ആംഗിളും സെയിം വാല്യൂ തന്നെയാണ് തരുന്നത്. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ വീണ്ടും 2π കഴിഞ്ഞിട്ട് വരുന്നതും അതേ കാര്യങ്ങൾ തന്നെയാണ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? തീറ്റ പ്ലസ് 2k പൈ എന്ന് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ആദ്യം ഞാൻ കേക്ക് 1 കൊടുത്താൽ എന്ത് വരും? തീറ്റ പ്ലസ് 2π എന്നാണ് വരിക. ഇനി n കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കിയേ? ഇവിടെ എന്ത് വരും? n കൊടുക്കുമ്പോൾ തീറ്റ പ്ലസ് 2n പൈ ഡിവൈഡ് ബൈ n എന്ന് വരും. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? തീറ്റ ബൈ n പ്ലസ് എന്ത് വരും? 2π എന്ന് വീണ്ടും വരും. ഓക്കെ, നേരത്തെ കിട്ടിയ അതേ സാധനം തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്ത് വരാൻ മതി? n-1 വരെ എന്തുകൊണ്ടു ഇത് വേണ്ടു. അപ്പൊ 5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഒരു കോംപ്ലക്സ് നമ്പർ തന്നു, സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നു. ആ കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ്? ഇങ്ങനെയാണെങ്കിൽ സെഡിന്റെ nth റൂട്ട്, അതായത് nth റൂട്ട് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്താണ്? സെഡ് റേസ് ടു 1/n കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുക. അതിന്റെ എന്ത് എടുക്കുക? nth റൂട്ട് എടുക്കുക. അതായത് 1/n എടുക്കുക, അല്ലെങ്കിൽ nth റൂട്ട് ഓഫ് എടുക്കുക. ഞാൻ nth റൂട്ട് തന്നെ എടുക്കുന്നു. nth റൂട്ട് ഓഫ് r എടുക്കുക, nth റൂട്ട് ഓഫ് r എടുക്കുക. ഇനി അതേപോലെ എന്ത് ചെയ്യുക? ഇവിടെ ബാക്കി വരുന്നത് എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? അവിടെ വരുന്ന w എന്ന് പറയുന്നത് എന്താ വരുന്നത്? w എന്ന് പറയുന്നത് ഇവിടെ 5 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. w ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. nth റൂട്ട് ഓഫ് z എന്ന് പറയുന്നത് കാണുമ്പോൾ ആരാ വരേണ്ടത്? ഇതാണ്. ഇവിടെ r എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ r എന്ന് പറഞ്ഞാൽ nth റൂട്ട് സ്മോൾ ലെറ്റർ r. ഇനി 5 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക? തീറ്റ പ്ലസ് 2k പൈ ഡിവൈഡ് ബൈ എന്താണ്? n പ്ലസ് i ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് 2k പൈ ഡിവൈഡ് ബൈ എന്താണ്? n. ഓക്കെ, ഇതാണ് എന്ത്? ഇതിന്റെ nth റൂട്ട് എന്ന് പറയുന്നത്. ഫോർമുല ഇതാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് 1 എന്ന് പറയുന്ന നമ്പറിന്റെ ഏത് നമ്പറിന്റെയും കാണാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. എന്താണ്? 1 പ്ലസ് i എന്ന് എടുത്തു. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഓക്കെ, ഇനി ഇതിന്റെ എന്താണ് എനിക്ക് കാണേണ്ടത്? ഇതിന്റെ കാണേണ്ടത് സ്ക്വയർ റൂട്ട്.
അതായത് സെഡിന്റെ എന്ത് കാണുന്നു, സ്ക്വയർ റൂട്ട് കാണുന്നു. അപ്പൊ എന്താ വരിക, 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു 1/2 ആണ് കാണേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം എന്താ കാണേണ്ടത്, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് എന്താ വരിക, സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും, 1 പ്ലസ് 1 സ്ക്വയർ എ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് 2. പിന്നെ എന്ത് വരും, ഇതിന്റെ തീറ്റ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/1 ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പർ, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ്, ഞാൻ സ്ക്വയർ റൂട്ട് ഞാൻ എഴുതുന്ന സമയത്ത് സെഡ് അതിന്റെ സ്ക്വയർ റൂട്ട് എഴുതുന്ന സമയത്ത് എന്ത് എഴുതിയാൽ മതി, ഇതിന്റെ ഹോൾ റേസ് ടു 1/2 റൂട്ട് 2 ദ ഹോൾ റേസ് ടു 1/2. റൂട്ട് 2ന്റെ റൂട്ടാണ് എങ്കിൽ എന്താണ് 2 റേസ് ടു 1/4 എന്ന് വരും. ഇനി എന്താണ്, അതേപോലെ എന്തായിട്ടാ പറഞ്ഞത്, 5/4 ആണ്. എന്ത് വരും, 5/4 പ്ലസ് എന്താണ് 2k പൈ ഡിവൈഡഡ് ബൈ n ആണ്. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ, 2 ആണ്. അപ്പൊ n 2 ആണെങ്കിൽ k എന്തൊക്കെ എടുക്കണം, ആദ്യം കൊടുക്കണം, പിന്നെ എന്ത് എടുക്കണം, 0 കൊടുക്കണം, 1 കൊടുക്കണം. i sin 5/4 പ്ലസ് 2k പൈ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കാണുമ്പോൾ എന്താ വരിക, നമ്മള് if k equal to 0 ആണെങ്കിൽ റൂട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്ത് വരും, k equal to 0 ആണെങ്കിൽ 2ന്റെ റൂട്ട് ദ ഹോൾ റേസ് ടു 1/2 വരും. ഞാനൊരു ജസ്റ്റ് ഒരു നമ്പർ എടുത്തു മാത്രമേ ഉള്ളൂ. k 0 ആണെങ്കിൽ 5/4 ഡിവൈഡഡ് ബൈ 2. 5/4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അത് 5/8 ആയിട്ട് വരും. cos 5/8. ഓക്കെ, cos 5/8 പ്ലസ് അതേപോലെ എന്ത് ചെയ്യുക, സൈൻ 5/8 എന്ന് പറയുന്ന വാല്യൂ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിന്റെ ഒരു റൂട്ട്. ഇനി എന്താണ്, n ന്റെ വാല്യൂ 1 ആകുന്ന സമയത്ത് എന്ത് വരും, ഇവിടെ 5/4 പ്ലസ് 2π ഡിവൈഡഡ് ബൈ 2, അതുപോലെ 5/4 പ്ലസ് 2π ഡിവൈഡഡ് ബൈ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഭാഗം നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് 1 കാണാൻ പറഞ്ഞു. ഇവിടെ സെഡ് ആരാണ്, സെഡ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ, അവിടെ സെഡിന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും, സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, 0 ആയി എഴുതാൻ പറ്റും. അപ്പൊ മോഡ് സെഡ് എന്ന് പറയുന്നത്, അതായത് 6 എന്ന് പറയുന്ന സാധനം എന്തായിട്ട് വരിക, 6 എന്ന് പറയുന്നത് എന്താണ്, 1 തന്നെയാണ് വരിക അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് വരിക. അതുപോലെ തീറ്റ എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ എഴുതുന്നു, തീറ്റ എന്ന് പറഞ്ഞാല് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താ വരിക, ടാൻ ഇൻവേഴ്സ് ഓഫ് y/x. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് y/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0/1 ആണ്, ഈക്വൽ ടു എന്താ വരുന്നത്, 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ സെഡിന്റെ എന്താണ്, nth റൂട്ട് ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് എഴുതി കഴിഞ്ഞാല് എന്താ വരിക, സെഡിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, കോസ് ആ 1ന്റെ എന്താണ്, 1 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ എന്ത് വരും, ക്യൂബ് റൂട്ട് അല്ലെ, ക്യൂബ് റൂട്ട് ഓഫ് 1 അല്ലെ. സംശയം ഉണ്ടായത്, മോഡുലസ് 1 ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. പിന്നെ എന്താ വരിക, കോസ് ഓഫ് എന്ത് വരും, തീറ്റ. കോസ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്, 0 എന്നാണ് കിട്ടിയത്. അപ്പൊ എന്ത് വരും, 0 പ്ലസ് 2k പൈ ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാല് എന്താ വരിക, 3 ആണ്. n എന്ന് പറഞ്ഞാല് 3 ആണ്. പിന്നെ എന്ത് വരും, പ്ലസ് i ഇൻറ്റു സൈൻ 2k പൈ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, k ഈക്വൽ ടു 3 ആണെങ്കിൽ k എവിടെ വരെ പോകാം, 0 1 2 വരെ പോകാം. ഓക്കെ, അപ്പൊ k ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ് നോക്കാം. k 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ k 0 ആയി കഴിഞ്ഞാൽ എന്താ, cos 0 എന്നാണ് വരിക. അപ്പൊ cos 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. sin 0 ആയതുകൊണ്ട് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ വാല്യൂ k ഈക്വൽ ടു 1 ആണെങ്കിലോ, k 1 ആവുമ്പോൾ എന്താ വരിക, ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് വരും, ഇത് 1 ആണ്. ഇവിടെ 1 വന്നു കഴിഞ്ഞാല് കോസ് എന്താ വരിക, 1 വരുമ്പോൾ എന്ത് വരും, cos 2π/3. അതായത് കോസ് 2π/3 ആണ്. 2π എന്ന് പറഞ്ഞാൽ 360/3. 360/3 എന്ന് പറഞ്ഞാൽ എത്ര വരും, 120 വരും അല്ലെ. അതായത് 2π/3 എഴുതാം. 2π/3 പ്ലസ് എന്താണ്, i ഇൻറ്റു സൈൻ 2π/3. ഓക്കെ, 2π/3 എന്ന് പറഞ്ഞാൽ 120 ആണ്. അത് എവിടെയാ വരിക, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ്, അവിടെ സൈൻ ആണ് പോസിറ്റീവ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിപ്പോ നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുക, നമുക്ക് അറിയാവുന്ന ഒരു വിലയിൽ നിന്ന് ഇത് എടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് ഇങ്ങനെ എഴുതുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. കോസ് എന്താണ്, പൈ മൈനസ് π/3 ചെയ്യുന്നു. നിങ്ങൾ നോക്കി, കോസ് പൈ മൈനസ് π/3 എന്ന് പറഞ്ഞാൽ 3π മൈനസ് π 2π/3. ഓക്കെ, കറക്റ്റ് അല്ലേ. ഇനി എന്താണ്, പ്ലസ് i സൈൻ എന്ത് വരും, പൈ മൈനസ് π/3 എന്ന് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, കോസ് പൈ മൈനസ് π/3, പൈ മൈനസ് π/3.
ഓക്കെ, അപ്പൊ പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാല് പൈ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്താണോ ആംഗിൾ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതേ ഫംഗ്ഷൻ തന്നെയാണ് വരിക. അപ്പൊ എന്ത് വരും? കോസ് പൈ ബൈ 3 എന്ന് വരും. കോസ് പൈ ബൈ 3 ഇത് ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഇവിടെ എന്ത് വരും? പ്ലസ് ഐ ഇൻറ്റു സൈൻ പൈ ബൈ 3. ഓക്കെ, ഇനി കോസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ പൈ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി വരുമ്പോൾ എന്ത് വരും? മൈനസ് 1/2 വരും. ഇവിടെ എന്താ വരിക? പ്ലസ് ഐ ഇൻറ്റു ഈ 60 ഡിഗ്രി എന്താ? √ 3/2. ഓക്കെ, ഇതാണ് എന്ത്? ഒരു ക്യൂബ് റൂട്ട് എന്ന്. പൈ ബൈ 3 എന്ന് പറഞ്ഞാല് 720/3 ആണ് വരിക. അപ്പൊ എത്ര വരും? ഇവിടെ 2 വരും, 6 ആണ്, 1 ഇവിടെ എത്ര വരും? 4. 240 എന്ന് പറഞ്ഞാൽ എവിടെയാ വരിക? 240 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 0, ഇത് 90 ആണ്, ഇവിടെ 180 ആണ്, ഇവിടെ 270 ആണ്. 240 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരിക. അതായത് പൈ പ്ലസ് പൈ ബൈ 4 എന്ന് എഴുതിയാൽ മതി. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിനെ എങ്ങനെ എഴുതാം? കോസ് പൈ പ്ലസ് പൈ ബൈ 4 എന്ന് എഴുതാം, പ്ലസ് ഐ സൈൻ പൈ പ്ലസ് പൈ ബൈ 4 എഴുതാം. ഇല്ലേ? 3 + 5 4 ആയി. ഓക്കെ, ഇനി നിങ്ങൾ ഈ ക്വാഡ്രന്റ് സ്റ്റുഡന്റ് ഡേക്ക് കോഫി ആണ്. രണ്ടും എന്താണ്? നെഗറ്റീവ് ആണ്. ഇതും വരും, പ്ലസ് മൈനസ് എഴുതിയാല് എന്ത് വരും? കോസ് ബൈ 3 പ്ലസ് ഐ സൈൻ ബൈ ആണ് വരുന്നത്. ഇത് ക്വാഡ്രന്റ് വരുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. അവിടെ മാത്രമേ പോകുള്ളൂ. അപ്പൊ ഇവിടെ -1/2 മൈനസ് ഐ √ 3/2 വരും. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്? നമ്പർ വരും. അപ്പൊ ഇതിനെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെയാ വരിക? ഫസ്റ്റത്തെ വാല്യൂ എന്താണ്? ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1,0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഒരു യൂണിറ്റ് സർക്കിൾ എടുത്താൽ ഇതിന്റെ മോഡുലസ് എന്താണ്? 1 ആണ്. അല്ലെ? കോംപ്ലക്സ് നമ്പറിന്റെ ക്യൂബ് റൂട്ടിന്റെ മോഡുലസ് 1 ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ മാത്രമേ വരൂ. അപ്പൊ എന്ത് വരും? ഇവിടെ 1 ആണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് വരുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ്? മൈനസ്, എക്സ് കോർഡിനേറ്റ് മൈനസ്, പാർട്ട് മൈനസും ഇമാജിനറി പാർട്ട് പോസിറ്റീവ്. അപ്പൊ ഇത് ഭാഗത്ത് വരിക, ഈ സ്ഥലത്ത് വരിക. എന്താണ്? -1/2 വരും. പിന്നെ എന്ത് ചെയ്യുക? അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? √ 3/2. √ 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏകദേശം കൂടിയാണ്. ഓക്കെ, മറ്റേത് എന്താ? 2 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ വരിക? ഈ ക്വാഡ്രന്റിലാണ് വരിക. ഓക്കെ, അപ്പൊ എന്താണ്? ഇതാണ് എന്ത് വരുന്നത്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. നമുക്ക് ഈ 3 പോയിന്റ്സുകൾ, ആ യൂണിറ്റ് സർക്കിളിന്റെ മുകളിലുള്ള 3 പോയിന്റ്സ്, ആ യൂണിറ്റ് സർക്കിളിന്റെ മുകളിലാണ് എന്തുണ്ടാവുക? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റ്. ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കണം, നിർബന്ധമായിട്ടൊന്ന് ചെയ്തു നോക്കുക. ഇന്ത്യ ഫോർത്ത് റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക? ഇത് 1 തന്നെയാണ് വരിക, ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്ത് വരും? ഇവിടെ 4 വരും, ഇവിടെ എന്ത് വരും? 4 വരും. പിന്നെ കേക്ക് ഏതൊക്കെ വാല്യൂ ഉണ്ടാവും? 1 0 കൊടുക്കാനുണ്ടാവും, 0 കൊടുക്കാനുണ്ടാവും, 1 കൊടുക്കാനുണ്ടാവും, 2 കൊടുക്കാനുണ്ടാവും, 3 കൊടുക്കാനുണ്ടാവും. വാല്യൂസ് കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, -1, I, -I. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ്? അവിടെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. എന്ത് വരും? 1, -1 വരും, പിന്നെ I, -I. ഓക്കെ, ഇതാണ് എന്ത്? ഈ ടൈപ്പിലാണ് ആര് വരിക? ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ് സർക്കിൾ. ഇതേപോലെ ഫിഫ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളിന്റെ മുകളിലുള്ള ഒരു പെന്റഗണിന്റെ എന്തായിട്ട് വരും? വെർട്ടിസസ് ആയിട്ട് വരും. nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? n വെർട്ടിസസ് ഉള്ള ഒരു പോളിഗണിന്റെ വെർട്ടിസസ് ആയിട്ടാണ് എന്ത് വരിക? ആര് വരുന്നത്? nth റൂട്ട് ഓഫ് യൂണിറ്റി. 1ന്റെ എന്താണ്? ക്യൂബ് റൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കും. ഇനി കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ്? ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ എന്താണ്? nth റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ആ ടൈപ്പ് ആ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യും. നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നതാണ്, 6th സെമ്മിലാണ് പഠിക്കുന്നത്, പല യൂണിവേഴ്സിറ്റിയിലും 6th സെമ്മിലാണ്. അപ്പൊ നമ്മള് nth റൂട്ട് ഓഫ് യൂണിറ്റ് വരെ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാണ്? കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഫംഗ്ഷൻസ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കോംപ്ലക്സ് പ്ലെയിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് പ്ലെയിനിലുള്ള എന്താണ്? ഫൈനൈറ്റോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റോ പോയിന്റുകൾ നമ്മൾ ഒരു സെറ്റിലാക്കി എഴുതുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പോയിന്റ് സെറ്റ് എന്ന് പറയും. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയുന്നത്? പോയിന്റ് സെറ്റ് എന്ന് പറയും. ഇനി എന്താണ് ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിന് നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അതിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റണം? ഒരു നൈബർഹുഡ് കാണാൻ പറ്റണം. ആ നൈബർഹുഡ് എന്താണ്? ആ സെറ്റിനകത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഓപ്പൺ സെറ്റ്. അപ്പൊ നമ്മളൊരു സർക്കിൾ എടുത്തു എന്ന് വെച്ചു. ഓക്കെ, ഒരു എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ എടുത്തു.
റേഡിയസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സെന്റർ ഇതാണ്. ഇതിന്റെ ബൗണ്ടറി ഇല്ലാത്ത ഭാഗം, അതായത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ബൗണ്ടറി ഇല്ലാന്ന് വെക്കുക, കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ബൗണ്ടറി ഒഴിവാക്കി. ഈ ബൗണ്ടറി ഇല്ലാത്ത ഓപ്പൺ ഡിസ്ക്, സർക്കിളിലല്ല ഓപ്പൺ ഡിസ്ക്, ഓപ്പൺ ഡിസ്ക്. അപ്പൊ ഓപ്പൺ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ ഇവിടെയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് ഒരു നൈബർഹുഡ് എങ്കിലും കാണാൻ പറ്റും. ആ നൈബർഹുഡ് മുഴുവനായിട്ട് എന്ത് ചെയ്യാണ്, ഇതിൽ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ സെറ്റ്. അപ്പൊ എന്താണ് ഓപ്പൺ ഡിസ്ക് ഒക്കെ എന്താണ് ഓപ്പൺ സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയുള്ളത് എന്താണ്, കണക്റ്റഡ് സെറ്റ് ആണ്. കണക്റ്റഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് നമ്മൾ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെറ്റ് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഏത് രണ്ട് പോയിന്റ് എടുത്താലും നമ്മൾ ബ്രോക്കൺ ലൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് പോയിന്റ്സിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, കണക്റ്റഡ് സെറ്റ് എന്ന് പറയും. ഇത് നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊരു എൻലെസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഈ രണ്ട് പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതില്ല, ഈ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാണ്, ഇവിടെയുള്ള ഈ രണ്ട് പോയിന്റ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ആണ്. നമ്മൾ എന്ത് ചെയ്താൽ ഈ ബ്രോക്കൺ ലൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതെന്തല്ല, കണക്റ്റഡ് അല്ല. കാരണം ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ബ്രോക്കൺ ലൈൻസ്, ആ ലൈൻസ് മുഴുവനായിട്ട് ഇവിടെ വരണം, ആ സെറ്റിൽ വരണം. പക്ഷെ ഇവിടെ ഞാനൊരു ബ്രോക്കൺ ലൈൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം എന്ത് ചെയ്യുന്നില്ല, ആ സെറ്റിൽ വരുന്നത്. മറ്റേതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗങ്ങളൊക്കെ സെറ്റിൽ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയാ, കണക്റ്റഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പണും കണക്റ്റഡും ആയ ഒരു സാധനത്തിന്, ഓപ്പണും കണക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്, ഒരു സെറ്റ് ഡൊമെയിൻ എന്ന് പറയണമെങ്കിൽ, ഒരു സെറ്റ് നമ്മൾ ഡൊമെയിൻ ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം, അതിന്റെ അകത്തുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അതിന് ചുറ്റും ഒരു നൈബർഹുഡ് എങ്കിലും കാണാൻ പറ്റണം. ആ നൈബർഹുഡ് മുഴുവനായിട്ട് എവിടെ കാണാം, ആ സെറ്റിനകത്ത് വരണം. അതുപോലെ അതിന്റെ അകത്തുള്ള ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാം, ബ്രോക്കൺ ലൈൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, കണക്ട് ചെയ്യാൻ പറ്റണം. ആ ലൈൻസിന്റെ എല്ലാ പോയിന്റ്സുകളും ഇവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ സെറ്റിൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു റീജിയൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, ഡൊമെയിൻ പ്ലസ് ബൗണ്ടറി ആണ്. അതായത് ബൗണ്ടറിയും കൂടി അതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും, അതിന് നമ്മൾ എന്താ പറയാ, റീജിയൻ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ഒരു യൂണിറ്റ് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, അതൊരു റീജിയൻ ആണ്. കാരണം എന്തുകൊണ്ടാ, അതിന്റെ ബൗണ്ടറി ഉണ്ട്. ഓക്കെ, യൂണിറ്റ് ഡിസ്ക്, ഓക്കെ, ബൗണ്ടറി ഉണ്ട്. ഈ ഭാഗങ്ങളെല്ലാം എന്താണ്, ഡൊമെയിൻ ആണ്, ഓപ്പൺ ആണ്, കണക്റ്റഡ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്രയും ടേംസ് നമ്മൾ എന്ത് ചെയ്യണം, കോംപ്ലക്സ് ഫംഗ്ഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് കോംപ്ലക്സ്, അതിന്റെ ഡൊമെയിൻ എന്തായിരിക്കും, കോംപ്ലക്സ് നമ്പർ ആണ്. ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഇത് കോംപ്ലക്സ് നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. ഇനി ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സെഡ് ടെൻഡ്സ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നതിന് ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് പറയാൻ പറ്റും, സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എന്താ, ലിമിറ്റ് സെഡ് നോട്ടിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ലിമിറ്റ് സെഡ് ടെൻഡ്സ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, എഫ് ഓഫ് സെഡ് നോട്ട് ആണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പറയും, കണ്ടിന്യൂസ്. സിംപ്ലി പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, റിയലിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, എന്തുണ്ടാവണം, ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആവണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഉള്ളത് എടുക്കുമ്പോൾ എന്താണ്, ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റോ ഈക്വൽ ആയാൽ മതി. പക്ഷെ കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു പോയിന്റ് സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ അതിലേക്ക് ഏത് ഡയറക്ഷനും എന്ത് ചെയ്യാൻ, ഈ എല്ലാ ഡയറക്ഷനിൽ വന്നതും എന്താണ്, അതിന് മൊത്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ലിമിറ്റ് ആർക്ക് ഈക്വൽ ആവുക, എഫ് ഓഫ് സെഡ് നോട്ടിന് ഈക്വൽ ആയാൽ ഇതിനെ നമ്മൾ എന്ത് പറയും, കണ്ടിന്യൂസ് ആണ്. ഒരു റീജിയണിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പോയിന്റ്സിലും ഇതേപോലെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇനി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡ് നോട്ടിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സെഡ് ടെൻഡ്സ് ടു സെഡ് നോട്ട് എഫ് ഓഫ് ഡെൽറ്റ ടെൻഡ്സ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് മൈനസ് ബൈ ഡെൽറ്റ സെഡ്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇവിടെ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നതാണ് അനലിറ്റിക് ഫംഗ്ഷൻ. ഓക്കെ, ഡെറിവേറ്റീവ് വരെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ എന്താ, റിയലിലുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം. ഇനി എന്താണ് അനലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനലിറ്റിക് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ അനലിറ്റിക് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, അതിന്റെ ചുറ്റുമുള്ള ഒരു നൈബർഹുഡിലെങ്കിലും എന്തായിരിക്കണം, ആ ഫംഗ്ഷൻ ഡിഫൈൻഡും ആയിരിക്കണം, അതുപോലെ എന്തായിരിക്കണം, ഡിഫറൻഷ്യബിളും ആയിരിക്കണം. അതായത് അനലിറ്റിക് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ നൈബർഹുഡിൽ എന്തായിരിക്കണം, ആ പോയിന്റിലും അതിന്റെ നൈബർഹുഡിലും എന്തായിരിക്കണം, ആ ഫംഗ്ഷൻ ഡിഫൈൻഡും ആയിരിക്കണം, എന്തായിരിക്കണം, ഡിഫറൻഷ്യബിളും ആയിരിക്കണം. പക്ഷെ ഡിഫറൻഷ്യബിൾ ആവാന്ന് പറഞ്ഞാൽ എന്ത് മാത്രം മതി, ആ സിംഗിൾ പോയിന്റിൽ മാത്രം മതി. പക്ഷെ എന്താണ് അനലിറ്റിക് ആവാന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കണം, അതിന്റെ നൈബർഹുഡിൽ ഡിഫൈൻഡും ആയിരിക്കണം, അതുപോലെ എന്തായിരിക്കണം, ഡിഫറൻഷ്യബിളും ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് അനലിറ്റിക്. അപ്പൊ ഇനി ഒരു ഡൊമൈനിൽ എന്താണ്,
അത് അനലറ്റിക് ആണെന്ന് പറഞ്ഞാൽ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും എന്തായിരിക്കണം, അത് ഡിഫൈൻഡും ആയിരിക്കണം, അതുപോലെ എന്തായിരിക്കണം, ഡിഫറൻഷ്യബിളും ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, അനലറ്റിക് എന്ന്. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, CR ഇക്വേഷൻ എന്ന് പറയും. അതായത് ഒരു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ. അതായത് ഇത് ആ ഫംഗ്ഷന്റെ റിയൽ പാർട്ട്, ഇത് അതിന്റെ ഇമാജിനറി പാർട്ട്. ഇൻ 2 വേരിയബിൾ ആണ്, എക്സ് ആൻഡ് വൈ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ, ഈ ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ എന്ത് വരും, എഫ് ഓഫ് സെഡ് ഇസ് അനലറ്റിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് കോഷി റീമാൻ ഇക്വേഷൻ. കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ യുവിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് എഫ് അനലറ്റിക് ആണെങ്കിൽ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ എന്ത് വരും, ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ ഒരു ഫംഗ്ഷന്റെ എന്താണ് യുവും വിയും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് അനലറ്റിക് ആണെന്നും പറയാൻ പറ്റും. അപ്പോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും അനലിറ്റിസിറ്റി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് ഫംഗ്ഷൻ അനലറ്റിക് ആണെന്ന് ഈ ഫോർമുല ഉപയോഗിച്ച് ചെക്ക് ചെയ്യാന്നുള്ളതും, അതുപോലെ കോഷിയുടെ ഇന്റഗ്രൽ തിയറം ഉണ്ട്, അതുപോലെ എന്തുണ്ട് ലാപ്ലാസ് ഇക്വേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഹാർമോണിക് ആണ്, ഹാർമോണിക് കോഞ്ചുഗേറ്റ്, അതുപോലെ എന്താ കോഷി ഇന്റഗ്രൽ തിയറം, കോഷി ഇന്റഗ്രൽ ഫോർമുല, റെസിഡ്യൂ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, കേട്ട് മനസ്സിലാക്കി വെക്കുക. തൊട്ടടുത്ത വീഡിയോ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, നമുക്ക് സമയമില്ല, വേഗം ഒരു 4-5 വീഡിയോയുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാം, ഡിഗ്രി ലെവൽ കോംപ്ലക്സ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം റിയൽ ഉണ്ടാവും, പിന്നെ എന്താണ് ലീനിയർ, അബ്സ്ട്രാക്ട്, നമുക്ക് പറ്റാവുന്ന ഡിഫറൻഷ്യൽ ഒക്കെ എന്ത് ചെയ്യാം, പറ്റാവുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ തിയറി ഭാഗങ്ങളിൽ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.